നമുക്ക് ഒന്നാമതായി ഉണ്ടാവേണ്ട ഒരു ബേജാറാണ് എൻ്റെ ഈമാൻ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഊരിക്കളയുമോ എന്ന ഭയം വേണം. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണണ്ടെന്ന് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് ഒരു ദിവസമോ 2 ദിവസമോ കൂടുതൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും തെറ്റ് ചെയ്തു പോകും, കണ്ടുപോകും. എന്നതുപോലെ മോനെ, നിന്റെ ഹൃദയം ഒരവയവമാണ്. ഈ അവയവം കൊണ്ട് എൻ്റെ ഈമാനിന് തെറ്റാവുന്ന ഒരു ചിന്തയും ഒരാശയം ഒന്നും വരൂല എന്ന് നീ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിന്റെ കണ്ണിനെ തന്നെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിയില്ല. കണ്ണൊക്കെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റണല്ലേ? കാത് നിയന്ത്രിക്കാൻ പറ്റണല്ലേ? ഞാനൊരു ഗീബത്തും പറയൂല എന്ന് പലതവണ തീരുമാനിച്ചിട്ടും നമീമത്തും ഗീബത്തും പറഞ്ഞു പോയിട്ടില്ലേ? ശരിക്കും അതൊക്കെ കൺട്രോൾഡായ അവയവങ്ങളാണ്, നിയന്ത്രിക്കാൻ പറ്റുന്ന അവയവങ്ങളാണ്. എന്നിട്ട് തന്നെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിന്റെ ഹൃദയം നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ലല്ലോ. ആ ഹൃദയം കൊണ്ട് പിഴച്ച ആശയങ്ങളിലേക്ക് പോകുന്നതിനെ നീ പേടിക്കണമെന്ന് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനാണ്, കപ്പലിന് ദ്വാരമില്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡെയിലി ചെയ്യേണ്ട ഔറാദുകളിൽ നല്ല കണിശത നമുക്കുണ്ടാവണം. അതിലേറ്റവും പ്രധാനമാണ് ഹദ്ദാദ് റാത്തീബ്. അന്താരാഷ്ട്ര കാര്യമൊന്നും എന്റെ പ്രഭാഷണത്തിൽ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ചെറുത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. ഇതന്നെയാണ് ഏറ്റവും വലിയ ഇസ്തിഖാമത്തും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയതിന്റെ അടയാളവും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ദിക്റിനോട് അയാൾക്ക് ഇഷ്ടം കൂടും. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദിക്ർ ചൊല്ലുന്നവർ എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാൻ ഒരാൾ എന്ത് ചെയ്യണം? അതിന് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചൊല്ലാൻ നിർദ്ദേശം പറഞ്ഞിടത്തൊക്കെ ചൊല്ലലെന്നെ. ഉറങ്ങാൻ നേരത്ത് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, വരുമ്പോൾ, വുളൂഇന്റെ ശേഷം, ബാങ്കിന്റെ ശേഷം, ഒരാളെ കണ്ടാൽ പറയേണ്ട സലാം, അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്താൽ മതി. അത് തന്നെ മതി. അല്ലാതെ എല്ലാവർക്കും മഹാന്മാരെ പോലെ 40,000, 10,000, 20,000 ഒക്കെ സ്വലാത്തോ ദിക്റോ സാധാരണക്കാരായ നമുക്കിത് ചൊല്ലാൻ കഴിയൂല. സാധാരണക്കാർ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യരുത് എന്നാ അതുക്കിയന്റെ വ്യാഖ്യാനത്തിൽ പറയണത്. സാധാരണക്കാർക്ക് ഏറ്റവും ചെറിയ ഔറാദുകൾ ഹദ്ദാദ് ഇമാമു പഠിപ്പിച്ച വിർദുൽ ലത്തീഫും ഹദ്ദാദ് റാത്തീബും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹദ്ദാദ് റാത്തീബിന്റെ ഒരു പ്രത്യേകത തന്നെ മഹാൻ പറയുന്നുണ്ട്, റുസിക്കലഹു ഹുസ്നുൽ ഖാത്തിമ. ഈമാനോടുള്ള മരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു കർമ്മമാണ് ഹദ്ദാദ് റാത്തീബ്. അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 2, ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഇബാദത്തുകളിൽ രണ്ടാമത്തത് വുളൂഇന്റെയും ബാങ്കിന്റെയും ശേഷമുള്ള ദുആ സ്ഥിരമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ 2 ദുആഇനുള്ള ഒരു പ്രത്യേകത ദഖീറത്തുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അയാൾക്ക് ഈമാനോടുള്ള മരണം കിട്ടുമെന്നുള്ളത് പതിവാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. 3-മത്തത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അത് കുറച്ച് എണ്ണമാണെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ തയ്യാറാവണം. അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോ ആവേശത്തിൽ കുറെ സ്വലാത്ത് അങ്ങ് തീരുമാനിച്ച് നേർച്ചയാക്കി ആ നേർച്ച നിർവഹിക്കാൻ പറ്റാതെ, ശരീഅത്ത് പറയുന്നത് അനുസരിക്കാതെ, റബീഉൽ അവ്വലിൽ ഞാൻ 1 കോടി സ്വലാത്ത് ചൊല്ലുമെന്ന് നേർച്ചയാക്കിയിട്ട് 99 ലക്ഷം ചൊല്ലിയാലും ആ നേർച്ച പൂർത്തിയാവൂലല്ലോ. വെറുതെ എന്തിനാ നേർച്ചയാക്കാൻ? കഴിയാത്ത എന്തിനാ ഏറ്റെടുക്കണത്? അത് സംഭാവന വയ്ക്കുമ്പോ അങ്ങനെ തന്നെ. കഴിയാത്തത് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. ആര് പറഞ്ഞു നമ്മളോട് അത് ചെയ്യാൻ? മൂലക്കുള്ള മഴു എന്തിനാ കാലിനെടുത്തിടുന്നത്?
ഒരാൾ 1,00,000 സ്വലാത്ത് നിർച്ചാക്കി, അയാൾക്ക് 50,000 ചൊല്ലിയിട്ട് എന്തോ സമയം കിട്ടിയില്ല. വേറൊരാൾ ഒന്നും നിർച്ചാക്കിയില്ല, അയാൾ 40,000 സ്വലാത്തല്ലേ റബീഉൽ അവ്വൽ. അയാൾക്ക് ഹറാമിന്റെ കുറ്റവും ഇല്ലല്ലോ, ഇയാൾക്ക് ഈ നേർച്ച ഒഴിവാക്കിയതിന്റെ കുറ്റാവൂലേ? എന്തിനാ വേണ്ടാത്ത പണിക്ക് നമ്മൾ നിൽക്കണത്? ആ ദായിമായി കൊണ്ട് നടക്കുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. റബീഉൽ അവ്വലൊക്കെ വരുമ്പോ, റമദാൻ വരുമ്പോ കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളി. വെറുതെ നമ്മൾ റിസ്കിന് ദീനെ നിങ്ങൾ കടുപ്പാക്കരുത്, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് കടുപ്പായി പോകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയാത്ത അതല്ലേ സഹാബിമാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ തങ്ങൾ അന്ന് വീട്ടിലില്ല. ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. തങ്ങളില്ല, തങ്ങളുടെ ഇബാദത്ത് ചോദിച്ചറിഞ്ഞിട്ട് ഒരു സഹാബി പറഞ്ഞു, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഭാര്യന്റെ അടുത്തേക്ക് പോകണില്ല. ഞാൻ വേറൊരാള്, ഞാൻ ഇനി ഫുള്ള് രാത്രി നിസ്കാരം, മറ്റൊരാൾ ഞാൻ ഫുള്ള് നോമ്പ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തങ്ങൾ എന്താ പറഞ്ഞത്? എന്നേക്കാൾ വലിയ സൂഫിയാവാൻ നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ ആരും കൽപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ആരും കൽപ്പിച്ചിട്ടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം.